ടീം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ബാക്ക് ചെയ്യുന്ന ടീം തീവ്രയാണ്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ കഴിഞ്ഞ 6 വർഷമായിട്ട് മ്യൂസിക് ബാൻഡുകളുടെ ലിസ്റ്റിൽ 10ാം സ്ഥാനം കീപ്പ് ചെയ്യുന്ന ഒരു മ്യൂസിക് ബാൻഡാണ് ഇന്ന് അവർ പെർഫോം ചെയ്യുന്നത്. നല്ല അമേസിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. നമുക്ക് അതിനു മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ 2 സിംഗേഴ്സ് ഒന്ന് വന്നേ. നിങ്ങളെ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നു 2 പേരെ. നമുക്കറിയാം ഇന്ന് ഒരു ടാലന്റഡ് ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന 2 അമേസിംഗ് ആയിട്ടുള്ള സിംഗേഴ്സ്. 2 പേരും അവരുടേതായിട്ടുള്ള തലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ മലയാള സിനിമ സംഗീത ശാഖയ്ക്ക് നൽകിയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ നമുക്ക് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രണവാണ്. ഒരു പക്ഷേ പ്രണവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രണവിനെ പെട്ടെന്ന് മനസ്സിലാകുന്നൊന്നുമില്ല, അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ പ്രണവിൻ്റെ അച്ഛനെ നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാം. മലയാളത്തിലെ ഏറ്റവും അധികം ഈ ഇടയ്ക്ക് ഹിറ്റായ 2-3 പാട്ടുകൾ പാടിയിട്ടുള്ള പ്രണവം ശശികുമാർ എന്ന് പറയുന്ന ആ അതുല്യ കലാകാരന്റെ മകനാണ്. നമുക്കറിയാം ആർക്കും അർമാദം എന്ന് പറയുന്ന ഒറ്റപ്പാട്ടുകൊണ്ട് മലയാളിക്കരയെ ഇളക്കി മറിച്ച ഒരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ മകനാണ്. നല്ലൊരു ടാലന്റഡ് മാനാണ് പ്രണവ്. നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. നല്ലൊരു കാര്യം കൊടുക്കാം പ്രണവിന്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 35-ലധികം മൊഴിമാറ്റ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് അഭിമാനമായി മാറിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ടുകാരിയാണ് കാർത്തിക. നല്ലൊരു കൈ കൊടുക്കാം. മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ കാർത്തിക. ഞാൻ പ്രണവിനെ കുറിച്ച് പറഞ്ഞപ്പം അതുപോലെ തന്നെ കാർത്തികയെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയത്തില്ലെങ്കിലും കാർത്തികയുടെ മുത്തച്ഛിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരെന്ന് കൈപൊക്കിക്കേ. പഴയ പാട്ടുകൾ ഓക്കെ. പഴയ ഗാനങ്ങൾ ഏറ്റവും അധികം പാടിയിട്ടുള്ളത് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു പാട്ടുകാരിയായിരുന്നു പി ലീല, അല്ലേ? ലീലാമ്മയുടെ കൊച്ചു ചെറുമകളാണ് കാർത്തിക. ഷീസ് ഗോയിങ് ടു പെർഫോം ഫോർ യു ടുഡേ. 2 അമേസിംഗ് സിംഗേഴ്സാണ് നമുക്കുള്ളത്. ഒപ്പം നമുക്ക് 2 അതുല്യരായിട്ടുള്ള 2 കലാകാരന്മാർ ഡ്രംസിൽ, അതോടൊപ്പം തന്നെ അക്കോസ്റ്റിക് ഗിറ്റാറിൽ വിസ്മയങ്ങൾ തീർന്ന 2 കലാകാരന്മാരും കൂടി എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് 5 പേര് കൂടിയിട്ടുള്ള ഒരു മ്യൂസിക് സെഷനും അതോടൊപ്പം തന്നെ ഡാൻസ് ടീം താണ്ഡവ് ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്ന അനിലിയേട്ടനാണ്. നല്ലൊരു കൈഡി അനിലിയേട്ടനും കൊടുക്കാം. ഗാനഭൂഷണൊക്കെ പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങളെയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയ ഇദ്ദേഹം ഇവർക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇതാണ് പ്രശ്നം. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വേറെ ആരെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. അതല്ല, ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് അറിയാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തട്ടെ. ശരി, എന്റെ പേര് ബബിൻ എന്നാണ്. ബിബിൻ അല്ല, ബബിൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കണ്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ ഒട്ടനവധി TV ചാനൽ പരിപാടികൾ, സ്റ്റേജ് പെർഫോമൻസ്, ഇന്റർനാഷണൽ പ്രോഗ്രാംസ്, കുറെ സിനിമകൾ, കുറെ സീരിയലുകൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് തന്നെ പറയണം, കണ്ടിട്ടുണ്ടോ എന്നെ? അങ്ങനെയല്ല, ഒരുമിച്ച് പറയാം. കുറെ TV പരിപാടികൾ, സ്റ്റേജ് പെർഫോമൻസ്, ഇന്റർനാഷണൽ പരിപാടികൾ കണ്ടിട്ടുണ്ടോ എന്നെ? ഇല്ല. ആഗ്രഹം മോശം മാത്രമല്ല. എന്റെ പൊന്നി, എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വലിയ പരിപാടികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സാധാരണക്കാരനായ ചെറിയ കലാകാരൻ. അപ്പൊ ഇവർക്ക് കൊടുത്ത കൈയടിയുടെ പുറകില് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തന്നേക്കാമോ? താങ്ക് യു. അപ്പൊ തുടങ്ങട്ടെ. ഓക്കെ, ഞാൻ സുമേഷ് ചേട്ടനെ കുറിച്ച് നമുക്ക് സുമേഷ് ചേട്ടനെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് കാണാം. ഡാൻസേഴ്സിന് വേദിയിലേക്കുള്ള വെൽക്കം ചെയ്യട്ടെ. ഒരു കൈയടി കൊടുക്കാം. വെൽക്കം ടു ഇന്ത്യ. Oh